വാർത്തകളിലേക്ക് വിശദമായി. ചിറയിൻകീഴ് പെരുങ്കുഴിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചയാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. വേങ്ങോട് സ്വദേശി തുളസി എന്ന് വിളിക്കുന്ന ചന്ദ്രനാണ് മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 28-നാണ് സംഭവം. ചിറയൻകീഴ് പെരുങ്കുഴിക്ക് സമീപത്തെ വീട്ടിൽ നിന്നും പാത്രങ്ങൾ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ചിലർ ചന്ദ്രനെ തടഞ്ഞുവെക്കുകയും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സംഭവം എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് എടുക്കാൻ വന്നിരിക്കുന്ന സമയത്ത് അയ്യോ ഇല്ല, നിങ്ങൾ എവിടെ കയറിയ? അയ്യോ ഞാൻ പറഞ്ഞുതരാം. വെള്ളം തരാം. എവിടെ നിർത്തുന്ന വയറ്റ് ചവിട്ടിയുണ്ടാവും. എവിടെ നിർത്തുന്ന പറയാം. ഇല്ല, അടുത്ത പാടി പറന്തലേക്ക് വീഴും. ഇവർ അറിയിച്ചതിനെ തുടർന്ന് ചിറയൻകീഴ് പോലീസ് എത്തി ചന്ദ്രനെ കസ്റ്റഡിയിലെടുത്തു. സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ചന്ദ്രൻ അവശനിലയിലായിരുന്നു. പിന്നീട് പോലീസ് ചന്ദ്രനെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തു. 9-ാം തീയതി അപ്പോഴത്തേക്ക് എണ്ണം പറഞ്ഞ് എനിക്കൊട്ടും അപ്പോൾ എന്നെ ഒത്തി ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാനും പുള്ളിക്കാരൻ്റെ അനിയനും കൂടെ ആശുപത്രി കൊണ്ടുപോയി സ്കാനിങ്ങും ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞെന്ന് വെച്ചാൽ അണ്ണൻ്റെ വയറിന് നല്ല ഇൻഫെക്ഷൻ ആയിപ്പോയി, എന്തോ നല്ല മർദ്ദനയേറ്റതാണ്, പുള്ളിക്കാരൻ ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് അന്ന് രാത്രി 7 മണിയായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ മരിച്ചു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കൊലപാതക ശ്രമം തന്നെയാണ്. മർദ്ദിച്ച് അവശനാക്കി തന്നെയാണ് ആ മനുഷ്യനെ കൊന്നിരിക്കുന്നത്. പരാതിക്കാർ ഇല്ലാത്തത് കാരണം ചന്ദ്രനെ പിറ്റേ ദിവസം പോലീസ് ബന്ധുക്കളോടൊപ്പം വിട്ടയച്ചു. വീട്ടിലെത്തിയ ചന്ദ്രന് അടുത്ത ദിവസം മുതൽ ശക്തമായ പനി അനുഭവപ്പെട്ടു. തുടർന്ന് ബന്ധുക്കൾ വേങ്ങോട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു. അവിടെ നിന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ആന്തരിക അവയവങ്ങൾക്ക് സാരമായി പരിക്കേറ്റതായി ഡോക്ടർമാർ കണ്ടെത്തി. ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രൻ മരിച്ചത്. ബന്ധുക്കൾ ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ചിറയൻകീഴ്. പാലക്കാട് തൃത്താല പടിഞ്ഞാറങ്ങാടി കല്ലടത്തൂരിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. നീന്തൽ പഠിക്കുന്നതിനിടെയാണ് അപകടം. ഒതളൂർ പുളിഞ്ചോട് സ്വദേശി ജഗൻ, സായൂജ് എന്നിവരാണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. ഇരുവരും കല്ലടത്തൂർ ഗോഖലെ സ്കൂളിലെ +1 വിദ്യാർത്ഥികളാണ്. ഫുട്ബോൾ കളിച്ച് മടങ്ങും വഴിയാണ് കുളത്തിലിറങ്ങിയത്. ഒരാൾ മുങ്ങിയപ്പോൾ രക്ഷിക്കാൻ ശ്രമിക്കവെയാണ് ഇരുവരും അപകടത്തിൽപ്പെട്ടത്. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടതിൽ വ്യാപക പ്രതിഷേധം. പിണവൂർക്കുടി സ്വദേശി സന്തോഷാണ് മരിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് സന്തോഷിന്റെ മകന് സർക്കാർ ജോലി നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. കുളിക്കാനായി തോട്ടിലേക്ക് പോയ സന്തോഷിനെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കാട്ടാന ചവിട്ടിക്കൊന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുഴക്കരയുടെ ഇരുവശത്തും ആനക്കൂട്ടം ഉഴുതുമറിച്ചിട്ട നിലയിലായിരുന്നു. ആനകളെ തുരത്താനുള്ള സംവിധാനം ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളെ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. 10 ലക്ഷം രൂപയിൽ ഒന്നുമില്ല. ഇവിടെ മുഴുവൻ ആളുകളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് മാത്രം കൊണ്ടുപോയാൽ മതി. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടം. ഫെൻസിംഗ് സംവിധാനവും ഇവിടെയില്ല. തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ ഡീൻ കുര്യാക്കോസ് MP മന്ത്രി AK ശശീന്ദ്രനുമായി ഫോണിൽ സംസാരിച്ചു. മരിച്ച സന്തോഷിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകും. ഇതിൽ 5 ലക്ഷം രൂപ നാളെ കൈമാറും. സന്തോഷിന്റെ മകന് സർക്കാർ ജോലി നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകിയതായി MP അറിയിച്ചു. അത് അതിന്റെ പ്രൊസീജിയർ അനുസരിച്ചാണ് പോകത്തുള്ളൂ, അറിയാമല്ലോ. അപ്പോൾ അതിന്റെ ആദ്യ ഗഡു നാളെ വേറെ ഒരു അറേഞ്ച്മെന്റിലൂടെ ആദ്യ ഗഡു അത് വൈൽഡ് ലൈഫോടുകൂടി സംസാരിക്കണം. ഏതായാലും ആദ്യ ഗഡു നാളെ തരും. വന്യമൃഗങ്ങളുടെ നിരന്തര ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കോതമംഗലം. വയനാട് ബത്തേരിയിൽ മൊബൈൽ ടവറിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. സുൽത്താൻ ബത്തേരി ഫെയർലാൻഡ് കോളനി സ്വദേശി നിസാറാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. വീടിന് സമീപത്തെ ടവറിന്റെ മുകളിലാണ് നിസാർ കയറിയത്. കുടുംബ പ്രശ്നമാണ് കാരണമെന്നാണ് സൂചന. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും അനുനയിപ്പിച്ച് താഴെയിറക്കാൻ ശ്രമം തുടരുന്നു.
സ്വർണ്ണഗോളകയും സ്വർണ്ണവെള്ളരിയും കയ്യിലുണ്ടെന്ന് തട്ടിപ്പ് നടത്തിയ സംഘം പൊന്നാനിയിൽ പിടിയിൽ. നെടിയിരിപ്പ് സ്വദേശി ഹമീദ്, ഗൂഢല്ലൂർ സ്വദേശികളായ സെയ്തലവി, അഷ്റഫ് എന്നിവരെയാണ് പിടികൂടിയത്. കായംകുളം പള്ളിയിലെ ഇമാം നൽകിയ പരാതിയിലാണ് തട്ടിപ്പുകാർ പിടിയിലായത്. കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ഇമാമിനെ കബളിപ്പിക്കാനും സംഘം ശ്രമിച്ചു. പോലീസ് ഒരു കൃത്യമായിട്ട് ആ നമ്പറുകാരനെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആ ആളുകൾ ഒരു തമിഴ്നാട് കാറുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2 കാറുകളുണ്ടായിരുന്നു തമിഴ്നാട്, ഒരു സ്വിഫ്റ്റും ഒരു ആൾട്ടോയും. ആ സ്വിഫ്റ്റ് കാറിലൂടെ പാർട്ടി വരുമ്പോൾ കൃത്യമായി നമ്മൾ ചേസ് ചെയ്ത് ലോക്ക് ചെയ്ത് അതിലുള്ള ആളുകൾ പിടികൂടുമ്പോൾ അവരുടെ അടുത്തുനിന്ന് ഈ കൂടുതൽ ആളുകളെ പറ്റിക്കാനായിട്ടുള്ള നിരവധി സ്വർണ്ണഗോളകൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ സ്വർണ്ണഗോളത്തിന്റെ കൂടെ ഒറിജിനൽ സ്വർണത്തിന്റെ കുറച്ച് പൊടിയുണ്ടാവും. ഒരു പ്രത്യേക രീതിയിൽ അത് തട്ടുമ്പോൾ ആ പൊടി നിലത്ത് വീഴുകയും ഈ പൊടി ഇതിൽ നിന്ന് വന്നാൽ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു മാജിക്കിലൂടെയാണ് ആ പൊടി നിലത്തേക്ക് വീഴുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവരെ വലയിലാക്കിയതോടുകൂടി ഇനി ജില്ലയിൽ നടക്കാൻ പോകുന്ന നിരവധി കേസുകൾ തടയാനായി ഇവരുടെ നിന്ന് ഏകദേശം 6500 രൂപയോളം പോലീസ് കണ്ടെടുക്കും. ബാക്കി തുകയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ രീതിയിലുള്ള മാഫിയകൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് മലപ്പുറത്ത് ഈ പോലീസ് നടത്തിയിട്ടുള്ളത്. കണ്ണൂർ സിറ്റി പോലീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച 1ാം കണ്ണൂർ മൺസൂൺ മാരത്തോണിൽ ഹാഫ് മാരത്തോൺ വിഭാഗത്തിൽ മഹാരാഷ്ട്രയിലെ രാമേശ്വർ മുഞ്ഞൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. വനിതകളുടെ ഹാഫ് മാരത്തോൺ വിഭാഗത്തിൽ റീബ അന്ന ജോർജ് 1ാം സ്ഥാനം നേടി. മന്ത്രി എം വി ഗോവിന്ദൻ വിജയികൾക്ക് മെഡലും ക്യാഷ് പ്രൈസും സമ്മാനിച്ചു. കണ്ണൂർ MLA കടന്നപ്പള്ളി രാമചന്ദ്രൻ, നോർത്ത് സോൺ IG അശോക് യാദവ്, കണ്ണൂർ റേഞ്ച് DIG രാഹുൽ R നായർ, കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R, കണ്ണൂർ ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വയനാട് ബത്തേരിയിൽ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാഹനത്തിൽ കടത്തിയ 161 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. ബത്തേരി അമ്മായിപ്പാലത്ത് വെച്ചാണ് കഞ്ചാവ് പിടികൂടിയത്. ഇടുക്കി കട്ടപ്പനയിൽ ഡോക്ടറുടെ അനാസ്ഥ മൂലം രോഗി മരിച്ചതായി പരാതി. സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന രോഗിക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഡോക്ടർ എത്തിയില്ല. ആശുപത്രി അധികൃതർ വിളിച്ചു വരുത്തിയ ഡോക്ടർ അമിതമായി മദ്യപിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. കട്ടപ്പനയിലെ സെന്റ് ജോൺസ് ആശുപത്രിയിലാണ് സംഭവം. നെടുങ്കണ്ടം മഞ്ഞപ്പാറ സ്വദേശിയായ 68-കാരൻ കൊല്ലംപറമ്പിൽ ഗോപിയാണ് മരിച്ചത്. 3 ദിവസം മുൻപ് ശ്വാസതടസ്സവും പനിയും മൂലം ഗോപി സെന്റ് ജോൺസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ ശനിയാഴ്ച അസുഖം രൂക്ഷമായതോടെ പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിശോധിക്കാൻ ഡോക്ടർ എത്തിയില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി. പിന്നീട് ആശുപത്രി അധികൃതർ വിളിച്ചു വരുത്തിയ ഡോക്ടർ അമിതമായി മദ്യപിച്ചാണ് എത്തിയതെന്നും പരാതിയിൽ പറയുന്നു. അതിനിടെ രോഗി മരിച്ചു. ബന്ധുക്കളിൽ ഒരാൾ പകർത്തിയ വീഡിയോയിലൂടെയാണ് വിവരം പുറത്തായത്. ഡോക്ടർ മദ്യപിച്ച് ഇവിടെ പേഷ്യന്റ് നോക്കുന്നത്. ഇറങ്ങി വാ, താനെന്നാ പേടിക്കുന്ന, ഇറങ്ങി വാ. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ന്യൂസ് 18 കട്ടപ്പന. ഇടുക്കി മുട്ടുകാട് മേഖലയിലെ കൃഷിയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. വിളകൾ ഒച്ചുകൾ തിന്നു നശിപ്പിക്കുന്നതിനാൽ കൃഷിജോലികൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് കർഷകർ. വർഷങ്ങളായി ബൈസൺ വാലി പഞ്ചായത്തിലെ മുട്ടുകാട് മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ ഒട്ടുമിക്ക വിളകളും ഒച്ചുകൾ തിന്നു നശിപ്പിക്കും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഒച്ചുശല്യം കൂടുതൽ രൂക്ഷമാണ്. ഏലത്തിന്റെ പൂവ്, ഇരിഞ്ഞു വരുന്ന കായ്, ഇതെല്ലാം തിന്നു നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ നമ്മൾ ജൈവ വേലികൾ ഉണ്ടാക്കിയിരിക്കുന്ന മറ്റേ ചെമ്പരത്തി ഇലകളും മറ്റും പൂർണ്ണമായിട്ട് തിന്ന് നശിപ്പിക്കുന്നു. കാൽസ്യം കൂടുതലുള്ള എല്ലാ ചെടികളിലും ഇവന്റെ ആക്രമണം കൂടുതലാണ്. ഇത് ഏറ്റവും ഒരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഇവൻ മണ്ണിന്റെ അടിയിൽ കിടക്കുകയും മഴക്കാലത്ത് കൂടുതലായിട്ട് ഇതിന്റെ ആക്രമണം ഉണ്ടാവും. ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകളും വാഴ, പച്ചക്കറികൾ തുടങ്ങിയ വിളകളും ആഫ്രിക്കൻ ഒച്ചുകൾ തിന്നു നശിപ്പിക്കും. കീടനാശിനി പ്രയോഗിച്ചും ഇവയെ തുരത്താനാവില്ല. പച്ചക്കറി കൃഷി പോലും ചെയ്തിവിടെ പച്ചക്കറി എടുത്ത് ഒരു വീട്ടുകാരനോട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ മുഴുവൻ ഇത് അതിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുതലായതുകൊണ്ട് അതിനോടാണ് കൂടുതൽ. വക്കാലത്തൊക്കെ ഒപ്പിട്ടു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. ബിക്കോസ് എനിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ്. റൈറ്റ്? ഇവിടെ ആക്ച്വൽ ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത്? ഹൂ ഹാസ് ഡൺ ഓൾ ദിസ്?
ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എൻ്റെ അടുത്തോട്ട് വിട്ട് ഇതൊരു സെറ്റിൽമെൻറ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ്? In my 164 statement, I have mentioned about Mr. K.T. Jalil. I just mentioned the names then, correct? I did not defame anyone. ഇതിന്റെ പേരിൽ ഒരു ഗൂഢാലോചനയും ഞാൻ നടത്തിയിട്ടില്ല. I have revealed the facts before the honorable court. പക്ഷേ ഈ ഗൂഢാലോചന നടത്തിയത് KT ജലീൽ സാർ എന്ന് പറയുന്ന വ്യക്തി എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് അവർ പറഞ്ഞു വിട്ട റെപ്രസെൻറ്റേറ്റീവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ദേ ആർ ഡൂയിങ് ഗൂഢാലോചന. അതുകൊണ്ട് KT ജലീലിനെ കുറിച്ച് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എന്തൊക്കെയാണോ അത് ഞാൻ ഉടനെ തന്നെ നിങ്ങളോട് വെളിപ്പെടുത്തും. എന്തൊക്കെ ക്രൈമാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ വിചാരിച്ചു 164 സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വരുമ്പോൾ മാത്രം ജനം അറിഞ്ഞാൽ മതി. But now that he has initiated an action against me for no reason, sending people to me for settlement, and because I do not obey that, എൻ്റെ മേൽ ഒരുപാട് കേസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കട്ടെ, I don't care. But now I will bring out what I have stated in my 164 about Mr. KT Jalil. And let's see എന്തൊക്കെ കേസ് ഇനി പുള്ളിക്കാരൻ കൊടുക്കുമെന്നു. It's not just about KT Jalil. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റിയോ? ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ എൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാം സീക്വൻസ് പ്രകാരം നടന്നില്ലേ? ആദ്യം ശരത്തിനെ എടുക്കുന്നു, ഏതോ ഒരു ADGP വിജിലൻസ് എന്ന് പറയുന്ന മിസ്റ്റർ അജിത് കുമാറിനെ 36 പ്രാവശ്യമാണ് വിളിച്ചിരിക്കുന്നത്. 36 times. There's a central intelligence report on that. Why? Who is Shaj Kiran? എന്തിനായി ADGPയുടെ മേലിൽ പിന്നെ ആക്ഷൻ എടുത്തു? അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നോട് പറയുന്നത് എൻ്റെ പേരിൽ കേസ് ഉണ്ടാവും, പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. ആൻഡ് ദെൻ അതേ വോയിസ് ക്ലിപ്പിൽ ഹി സേയിങ് മൂവ് ദി ആന്റിസിപ്പേറ്ററി ബെയിൽ. അത് കഴിഞ്ഞ് പിറ്റെന്ന് പിറ്റെന്നോ അതേ വോയിസ് ക്ലിപ്പിൽ പറയുക എൻ്റെ ലോയറിനെതിരെ കേസ് ഉണ്ടാവുന്നു. അതും നടന്നില്ലേ? സോ ഹൂ ഇസ് ഡൂയിങ് ദ ഗൂഢാലോചന? I have to actually file a case against the Honorable Chief Minister's office, Mr. KT Jalil, Shaj Kiran, and all those people. We should understand what is actually happening. I do not know about that. I have to talk about the security also. Now, just one more thing to inform Honorable Chief Minister. ഞാൻ എൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് I have arranged 2 security people for my physical protection and for my child's physical protection. I do not want Kerala police to stand outside my flat or my building or follow me and stalk at me. അതിൻ്റെ ആവശ്യം എനിക്കില്ല. I don't need Honorable Chief Minister's police to take care of me. Please withdraw them immediately. Thank you. ബാക്കിയുള്ള എല്ലാം എന്റെ ലോയർ സംസാരിക്കും. I am not going to say a word more. You wait for 2 more days. Wait. മേഡത്തിനെതിരെയായിട്ടാണ് ഷാജി കിരൺ ഇന്ന് രാവിലെ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വീഡിയോ ഉണ്ട് ഇബ്രാഹിം ചിത്രീകരിച്ചത്, അത് പുറത്തുവിടും എന്നാണ് ഇബ്രാഹിം ഷാജി കിരണും പറയുന്നത്. ആ വീഡിയോ എന്താണ്, എങ്ങനെയാണ്, അത് വല്ലതും ഭയക്കുന്നുണ്ടോ? I have no answer. Let them show, then talk. അല്ല, താങ്കളുടെ വീഡിയോ എഡിറ്റ് ചെയ്താണ് അതിനുള്ളിൽ. You ask, do you have something to ask him? Because I need to leave. I'm not well. I'm so sorry. നിങ്ങൾ എല്ലാവരെയും 1.5 മണിക്കൂർ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. എനിക്ക് ഇപ്പം ചെറുതായിട്ടൊരു വയ്യായ്മ വന്നു. ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ദയവായി ചോദിക്കാനുള്ളത് ചോദിക്കുക പ്ലീസ്. ഈ 164 ആണോ 164(5) ആണോ കോടതിയിൽ നൽകിയിരിക്കുന്നത്? ഇല്ല, അത് 164ന്റെ കാര്യം ഇപ്പം സംസാരിക്കേണ്ട കാര്യമാണ്. ഓൾറെഡി കോടതിയിൽ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടല്ലോ. ഇപ്പം ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞ് 153 സെക്ഷൻ 153 അനുസരിച്ചിട്ടുള്ള കേസും പിന്നെ 120B ഗൂഢാലോചന നടത്തി എന്നുള്ളത്, അതായത് റൈറ്റ് ഉണ്ടാക്കാനായിട്ട് കലാപം ഉണ്ടാക്കാനുള്ള ശ്രമവും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചനയും, ഇത് രണ്ടുമാണ്. അത് ആകെ ഒരു വർഷം കലാപം നടന്നു കഴിഞ്ഞാൽ പോലും 1 വർഷം മാത്രം ശിക്ഷ കിട്ടുന്ന ഒരു കേസിനാണ്
എന്താ ADGP, DGP, DYSP, SP എന്ന് പറഞ്ഞാൽ 16 പേരെ കണ്ടുണ്ടാകുന്ന ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോടതിയിൽ ഇപ്പം ക്വാഷ്യൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ 153 എന്ന് പറഞ്ഞ സെക്ഷൻ IPC സെക്ഷനിലെ ഏറ്റവും പ്രധാന കാര്യം ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യണം. ഏറ്റവും ആദ്യത്തെ പ്രധാന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ ആക്ട് ആയിരിക്കണം അതിനകത്ത് പ്രതി ചെയ്യേണ്ടത്. ഇതിനകത്തൊരു ഇല്ലീഗൽ ആക്ട് ഇല്ല. കാരണം ഒരു കോടതിയിൽ പോയി 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ആ സ്റ്റേറ്റ്മെൻറ്റിലുള്ള കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ, അത് മുഖ്യമന്ത്രിക്കെതിരെ ആയിക്കോട്ടെ, KT ജലീലിനെതിരെ ആയിക്കോട്ടെ, ആർക്കും എതിരെ ആയിക്കോട്ടെ, 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതി കൊടുത്ത 164 സ്റ്റേറ്റ്മെൻറ്റിലെ കണ്ടന്റിനെ പറ്റി ഒരു പത്രക്കാരോട് പറയുന്നു എന്നൊരു ഇല്ലീഗൽ ആക്ട് അല്ല. അപ്പോൾ ഒരു ഇല്ലീഗൽ ആക്ട് ഇല്ലാത്തിടത്തോളം കാലം 153 എന്ന് പറയുന്ന ആ സെക്ഷനേ നിലനിൽക്കില്ല. അതുമാതിരി ആ 153 നിലനിൽക്കാത്തോളം കാലം 153 ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗൂഢാലോചനയും നിലനിൽക്കില്ല. അപ്പോൾ സ്വപ്ന ഈ പറഞ്ഞ മാതിരി കൃത്യമായി എന്താണ് ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കസ്റ്റംസിന് കൊടുത്ത മൊഴി വീണ്ടും റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഗൂഢാലോചന നിലനിൽക്കില്ല വാദമാണോ ഹൈക്കോടതി? അതായത് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇല്ലീഗൽ ആക്ട് ചെയ്യാനുള്ള ഗൂഢാലോചനയല്ലേ? ഇല്ലീഗൽ ആക്ട് ആദ്യം ഉണ്ടാവണ്ടേ? 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് ഇല്ലീഗൽ ആക്ട് അല്ല. ഇല്ലീഗൽ ആക്ട് ആണെങ്കിലല്ലേ ഗൂഢാലോചനയുടെ പ്രശ്നം വരുന്നുള്ളൂ. എന്തിനാണ് ഗൂഢാലോചന? കുറ്റം ചെയ്യാനല്ലേ? കുറ്റമേ ഇല്ല. 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് കുറ്റമാണോ? അല്ലല്ലോ. 164 സ്റ്റേറ്റ്മെന്റ് സെഷൻസ് കോടതി അനുവദിച്ചിട്ടാണ് 164 സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തത്. അതിനുശേഷം 164 സ്റ്റേറ്റ്മെന്റ് ആ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് കൂടെ തന്നെ ഞങ്ങൾ അഫിഡവിറ്റ് ആയിട്ട് ഈ സ്വപ്ന 164 സ്റ്റേറ്റ്മെന്റ് മൊഴി കൊടുത്ത അതേ കാര്യങ്ങൾ അഫിഡവിറ്റിൽ നമ്മൾ കോടതിയിൽ ഫയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതിയുടെ ഭാഗമാണ്. അത് പുറത്ത് പറയുന്നത് ഇല്ലീഗലല്ല, രഹസ്യമൊഴിയല്ല, അത് പുറത്ത് പറയുന്നത് ഇല്ലീഗലല്ല. ആ കാര്യം TV-കാരോട് പറഞ്ഞാൽ അതെങ്ങനെ ഒരു കുറ്റകൃത്യമാവും? ആ കുറ്റകൃത്യം ചെയ്താലല്ലേ ഗൂഢാലോചന വരുന്നുള്ളൂ. അപ്പോൾ ഒരു തട്ടിപ്പ് പൊട്ട കേസ് അത്രയേ ഉള്ളൂ. അത് കോടതിയിൽ പറയുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം 1.5 മണിക്കൂർ ഓഡിയോ എന്ന് പറഞ്ഞ 38 മിനിറ്റാണ്. ഇനി എന്തെങ്കിലും ഓഡിയോ ഉണ്ടോ പുറത്തുവിടാൻ? നിങ്ങളിപ്പോ റിലീസ് ചെയ്ത ഓഡിയോയുടെ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കൂ. അല്ല, അതില് നമ്മളെല്ലാം കേട്ടിരുന്നു പല കാര്യങ്ങളും. നിങ്ങൾ എല്ലാവരും കൂടെ ചോദിച്ചേക്കണം. ആരെങ്കിലും ഒരാൾ ചോദിച്ചു. ലേഡീസ് ഫസ്റ്റ്. ഇല്ല, അതിന്റെ KT ജലീലിന്റെ പങ്ക് സംസാരിക്കണോ അതോ? KT ജലീലിന്റെ പങ്ക് ഇതിനകത്ത് പറയേണ്ട കാര്യമില്ല. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ആ കംപ്ലൈന്റിന്റെ നിലനിൽപ്പിനെ പറ്റി മാത്രമേ കോടതിയിൽ പറയുന്നുള്ളൂ. KT ജലീലിന്റെ പങ്ക് പറയേണ്ട കാര്യമില്ല. പക്ഷേ KT ജലീൽ ഇപ്പം എന്താണ് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്? എന്നെ അപകീർത്തിപ്പെടുത്തി, മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി, സർക്കാരിനെ അപകീർത്തിപ്പെടുത്തി. അപ്പം KT ജലീലിനെ അപകീർത്തിപ്പെടുത്തിയത് എന്താണ്? നിങ്ങളെല്ലാം കേട്ടാണല്ലോ. നിങ്ങളോടാണല്ലോ മൊഴി പറഞ്ഞത്. സ്വപ്ന നിങ്ങളോടാണ് ഇന്ററാക്ട് ചെയ്തത്. അതിനകത്ത് ആകെ പറഞ്ഞെന്താണ്? ഇന്ന ആൾക്കാരെ പറ്റി ഞങ്ങൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് KT ജലീലിന്റെ പേരും വന്നു. KT ജലീലിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത് മജിസ്ട്രേറ്റ് മുമ്പിൽ എന്നും സ്വപ്ന വെളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ പറഞ്ഞത്. ഞാൻ ഇൻസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് സ്വപ്നെ, KT ജലീലിന് എന്തായാലും അപമാനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. KT ജലീലിന്റെ പേര് പറഞ്ഞപ്പോൾ ഒരു അപമാനം ഉണ്ടായി, അപകീർത്തിപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിനെ പറ്റി സ്വപ്ന കോടതിയിൽ പറഞ്ഞ മൊഴി എന്താണെന്ന് വെളിപ്പെടുത്തിയേക്കാം. അത് അവർ തീരുമാനിക്കും. ഏതാ? ഞാനല്ലേ അഫിഡവിറ്റ് ഫയൽ ചെയ്തേ മാഡം. ഏതാ? അല്ല, അത് പറയാമല്ലോ. അത് പറയട്ടെ. അത് KT ജലീൽ 2 ദിവസം ഒന്ന് അല്പം ടെൻഷൻ അടിക്കട്ടെ. KT ജലീൽ അല്പം 2 ദിവസം ടെൻഷൻ അടിക്കട്ടെ. I have kept my own security. Thank you very much. I do not want anybody's protection. I have kept my own protection. That my lawyer will decide. ഇതിനകത്ത് ജീവന ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ്? അതായത് 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് ജീവന് ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. അതിനുശേഷമല്ലേ ഈ ബാക്കി കാര്യങ്ങളൊക്കെ. ADGPയുടെ 36 തവണ ADGP ഇവരുടെ അടുത്ത് ദല്ലാളായി വന്നൊരാളെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ ADGP ഇയാളെ വിളിച്ചത്? ഇവരെ ആർക്കും അങ്ങോട്ടും അറിയില്ലെങ്കിൽ. അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഈ പോലീസിന്റെ ഇൻവോൾവ്മെന്റ് പകരം ഒരു ADGP ചെയ്തു എന്നുള്ളത് അംഗീകരിച്ചിട്ടല്ലേ സർക്കാർ അയാളെ മാറ്റിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തെ ആ ADGPയുടെ പങ്ക്, പോലീസിന്റെ പങ്ക് സംശയാസ്പദമല്ലേ? അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അവർക്കൊരു ഒരു പോലീസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കും സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തത്. എന്തായാലും സ്വപ്ന ഒരു കാര്യം കൂടി ചോദിക്കാം. അന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞ ഒരു വലിയ പ്രോഗ്രാം, ഒരു വാക്കുണ്ടായിരുന്നു. തലേ ദിവസം പത്രസമ്മേളനം MP നികേഷ് കുമാർ മുഖ്യമന്ത്രി നാമം ചെവിയാവെന്ന് പറഞ്ഞു. അത് ഓഡിയോയിലില്ലായിരുന്നു. അപ്പൊ അത് ഷാജിക്കിരൺ പറഞ്ഞു. അത്ര ഒരു ഓഡിയോ ഇല്ലായിരുന്നു. ഷാജിക്കിരൺ പറഞ്ഞിട്ടില്ല. KT ജലീലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്.
KT ജലീൽ ചെയ്ത ക്രൈമെല്ലാം ഉടൻ വെളിപ്പെടുത്തും. നേരത്തെ KT ജലീലിൻ്റെ പേര് പരാമർശിക്കുക മാത്രമാണ് താൻ ചെയ്തത്. എന്നാൽ അദ്ദേഹം ചെയ്ത ക്രൈം മുഴുവൻ 164 സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ ക്രൈമും താൻ 2 ദിവസത്തിനുള്ളിൽ വെളിപ്പെടുത്തും. താൻ ഗൂഢാലോചന നടത്തിയിട്ടില്ല. 164 സ്റ്റേറ്റ്മെൻറ്റിൽ സത്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ് ഗൂഢാലോചന നടത്തിയത്? കാലത്തൊക്കെ ഒപ്പിട്ടു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നാളെ നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. ബിക്കോസ് എനിക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ്. റൈറ്റ്? ഇവിടെ ആക്ച്വൽ ഗൂഢാലോചന എവിടെയാണ് നടന്നിരിക്കുന്നത്? ഹൂ ഹാസ് ഡൺ ഓൾ ദിസ്? ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ ഒരു ഹോണറബിൾ ചീഫ് മിനിസ്റ്ററിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എൻ്റെ അടുത്തോട്ട് വിട്ട് ഇതൊരു സെറ്റിൽമെൻറ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയത് ആരാണ്? In my 164 statement, I have mentioned about Mr. KT Jaleel. I just mentioned the names then, correct? I did not defame anyone. ഇതിന്റെ പേരിൽ ഒരു ഗൂഢാലോചനയും ഞാൻ നടത്തിയിട്ടില്ല. I have revealed the facts before the honorable court. പക്ഷേ ഈ ഗൂഢാലോചന നടത്തിയത് KT ജലീൽ സാർ എന്ന് പറയുന്ന വ്യക്തി എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് അവര് പറഞ്ഞു വിട്ട റെപ്രസെന്റേറ്റീവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ദേ ആർ ഡൂയിങ് ഗൂഢാലോചന. അതുകൊണ്ട് KT ജലീലിനെ കുറിച്ച് 164 സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് എന്തൊക്കെയാണോ അത് ഞാൻ ഉടനെ തന്നെ നിങ്ങളോട് വെളിപ്പെടുത്തും. എന്തൊക്കെ ക്രൈമാണ് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഞാൻ വിചാരിച്ചു 164 സ്റ്റേറ്റ്മെന്റ് വെളിയിൽ വരുമ്പോൾ മാത്രം ജനം അറിഞ്ഞാൽ മതി. But now that he has initiated an action against me for no reason, sending people to me for settlement, and because I do not obey that, ende mele ഒരുപാട് കേസ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കട്ടെ, I don't care. But now I will bring out what I have stated in my 164 about Mr. KT Jaleel. And let's see എന്തൊക്കെ കേസ് ഇനി പുള്ളിക്കാരൻ കൊടുക്കുമെന്നു. It's not just about KT Jaleel. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റിയോ? ഈ ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ എൻ്റെ അടുത്തോട്ട് വിട്ടിട്ട് പുള്ളിക്കാരൻ പറഞ്ഞ എല്ലാം സീക്വൻസ് പ്രകാരം നടന്നില്ലേ? ആദ്യം ശരത്തിനെ എടുക്കുന്നു, ഏതോ ഒരു ADGP വിജിലൻസ് എന്ന് പറയുന്ന മിസ്റ്റർ അജിത് കുമാറിനെ 36 പ്രാവശ്യമാണ് വിളിച്ചിരിക്കുന്നത്. 36 times. There's a central intelligence report on that. Why? Who is Shaj Kiran? എന്തിനായി ADGPയുടെ മേലിൽ പിന്നെ ആക്ഷൻ എടുത്തു? അത് കഴിഞ്ഞ് വൈകുന്നേരം എന്നോട് പറയുന്നത് എൻ്റെ പേരിൽ കേസ് ഉണ്ടാവും, പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യില്ല എന്ന്. ആൻഡ് ദെൻ അതേ വോയിസ് ക്ലിപ്പില് ഹി സേയിങ് മൂവ് ദി ആന്റിസിപ്പേറ്ററി ബെയിൽ. അത് കഴിഞ്ഞ് പിറ്റെന്ന് പിറ്റെന്നോ അതേ വോയിസ് ക്ലിപ്പിൽ പറയുക എൻ്റെ ലോയറിനെതിരെ കേസ് ഉണ്ടാവുന്നു. അതും നടന്നില്ലേ? സോ ഹൂ ഇസ് ഡൂയിങ് ദ ഗൂഢാലോചന? I have to actually file a case against the Honorable Chief Minister's office, Mr. KT Jaleel, Shaj Kiran, and all those people. We should understand what is actually happening. I do not know about that. I have to talk about the security also. Now, just one more thing to inform Honorable Chief Minister. ഞാൻ എൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് I have arranged 2 security people for my physical protection and for my child's physical protection. I do not want Kerala police to stand outside my flat or my building or follow me and stalk at me. അതിൻ്റെ ആവശ്യം എനിക്കില്ല. I don't need Honorable Chief Minister's police to take care of me. Please withdraw them immediately. Thank you. ബാക്കിയുള്ള എല്ലാം എന്റെ ലോയർ സംസാരിക്കും. I am not going to say a word more. You wait for 2 more days. മേഡത്തിനെതിരെയായിട്ടാണ് ഷാജി കിരൺ ഇന്ന് രാവിലെ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു വീഡിയോ ഉണ്ട് ഇബ്രാഹിം ചിത്രീകരിച്ചത്, അത് പുറത്തുവിടും എന്നാണ് ഇബ്രാഹിം ഷാജ് കിരണും പറയുന്നത്. ആ വീഡിയോ എന്താണ്, എങ്ങനെയാണ്, അത് വല്ലതും ഭയക്കുന്നുണ്ടോ? I have no answer. Let them show, then talk. You ask, do you have something to ask him? Because I need to leave. I'm not well.